ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കിക്സുകളുടെ ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിക്സുകൾ ചെയ്യാനും അതുവഴി കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഏറ്റവും ലോവറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഇതുപോലെ നിങ്ങൾ ലെഫ്റ്റ് ലെഗ് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആക്കി വെക്കുക, ഈ ഒരു പൊസിഷനിൽ വെക്കുക. പിന്നെ ഇവിടുന്ന് ബാക്ക് ലെഗിന് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വരുന്ന സമയത്ത് ബോഡി ഒന്ന് ടേൺ ചെയ്തുകൊണ്ട് ഇതിന് നേരെ പാരലായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ താഴെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ലെഗിൻ്റെ ടോയാണ് ഇതുപോലെ ടച്ച് ചെയ്യേണ്ടത്. ഹീല് റൈസ് ആയിട്ട് ഈ ഒരു പാർട്ട് ബെൻഡ് ഇല്ലാതെ ടൈറ്റ് ആയിട്ടിരിക്കുക. അതുപോലെ ബോഡിയും ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ ടൈറ്റാക്കി തന്നെ വെക്കുക. ഈ ഒരു പൊസിഷനിലൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ആ കിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒരു ഫോഴ്സ് എടുത്തോണ്ട് ബോഡിയുടെ ഒരു ഫോഴ്സ് കൂടെ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ കിക്സ് ചെയ്യുന്നത്. അപ്പം സെയിം ആ ഒരു ബേസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫോഴ്സിൽ തന്നെ ടേൺ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുക, തിരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കുറച്ച് ആവർത്തി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്നിൽ നിർത്തിയതിന് പകരം അതൊരു 360 ഡിഗ്രി റൗണ്ട് ഫുൾ റൊട്ടേഷനിൽ, ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കിക്ക് അടിക്കുന്നത് അവിടെ തന്നെ സ്റ്റോപ്പ് ആവുന്നതിൽ ഫുൾ റൗണ്ടായിട്ട് ചെയ്യാം. ടാർഗറ്റ് ഈ ഒരു പോർഷൻ തന്നെ. ഇവിടുന്ന് ഫുൾ ബോഡി ടേൺ ചെയ്യുക, ഫോഴ്സ് മാക്സിമം കൊടുക്കുക. അതിനോടൊപ്പം സ്റ്റാൻഡ് ലെഗ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ആ ഒരു കിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമുക്ക് കൗണ്ടർ മൂവ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കിക്കിൻ്റെ ഒരു ടാർഗറ്റ് കൂട്ടാൻ, ഇപ്പോൾ നമ്മൾ നിന്ന പൊസിഷനിൽ തന്നെ നമ്മൾ ഇങ്ങനെ കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു സ്റ്റെപ്പ് മൂവ് ചെയ്ത് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാൻഡിൽ ലെഗ് കുറച്ചൊന്ന് ഫോൾഡായി കൊടുക്കുക. നമ്മൾ ഏത് ലെഗിനാണോ കിക്ക് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് സ്റ്റാൻഡിങ് ലെഗിന് കുറച്ചൊന്ന് നീ ഒന്ന് ഫോൾഡ് ചെയ്യുക. നീ ഫോൾഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടാർഗറ്റ് ചെയ്യുന്നു, നമ്മൾ ഈ ലെഗ് ഈ ഒരു പൊസിഷനിലാണ്. പക്ഷേ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെഗിൻ്റെ ലെങ്ത്ത് ഒരല്പം കൂടി ഉള്ളിലേക്ക് കയറി കിട്ടും. നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. നമ്മൾ ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇപ്പോൾ ഓപ്പണിനെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് കൂടെ ഇതുപോലെ അപ്പോൾ ഓപ്പണിൻ്റെ ലെഗിലേക്ക് മാക്സിമം, അപ്പോൾ ഫ്രണ്ട് ലെഗ് അല്ലെങ്കിൽ ബാക്ക് ലെഗിലേക്ക് കൂടി കയറി ചെല്ലുന്ന ആ ഒരു ലെങ്ത്ത് നമുക്ക് ഈ ഒരു ലെഗിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു മിഡിൽ കിക്കിലേക്ക് നമ്മൾ ചെസ്റ്റിലേക്ക് വയറിലേക്കൊക്കെ വരുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് അടുത്തൊരു കിക്ക് ചെയ്യാം. ഇതുപോലെ ഫ്രണ്ട് ഫുട്ടിലേക്ക് വരിക. പിന്നെ ഇവിടുന്ന് ബാക്ക് ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ചെസ്റ്റിൻ്റെ ചെസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്ന് പുഷ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ബോഡിയുടെ ഒരു വെയിറ്റ് കൂടി ബോഡിയുടെ ഫോഴ്സ് കൂടി ആ ലെഗിലേക്ക് അപ്ലൈ ആവുന്ന രീതിയിൽ തിരിച്ച് വന്നിട്ട് ബാക്ക് തന്നെ പോകാം. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഇവിടുന്ന് ബാക്ക് ലെഗ് റൈസ് ചെയ്യുക. ഇനി ഇവിടെ വന്നിട്ട് ഫുള്ളായിട്ട് കിക്കിലേക്ക് അടിക്കുക, തിരിച്ചു വരിക. ഇനി ഇത് പ്രാക്ടീസ് ചെയ്ത് ഫാസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് ഈസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പില്ലാതെ നമ്മൾ എടുക്കുന്ന പൊസിഷനിൽ തന്നെ നമുക്ക് കിക്കിലേക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടെ നോക്കാം. ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഫുള്ള് നമ്മൾ ചെസ്റ്റിലേക്ക് ഒരു പുഷിങ് വരുന്നത്, ഹിപ്പിൻ്റെ കൂടെ ഒരു പുഷ് വരുന്ന രീതിയിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഫുള്ളായിട്ട് ചെയ്യാം. ഇനി ഈ ഒരു കിക്കിനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു ഫോളോ ചെയ്ത് തന്നെ നമ്മളൊരു ഫൈറ്റിംഗ് ടൈമിനോ അല്ലെങ്കിൽ അതുപോലെ സ്പാറിംഗ് ടൈമിനൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിക്കാണ്. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ വരുന്ന സമയത്ത്, മുന്നിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും റിവേഴ്സ് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു കിക്കിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനും വേണ്ടി ഈ ഒരു കിക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി സൈഡ് കിക്കിൻ്റെ ഒരു പൊസിഷൻ നോക്കാം. ഇതുപോലെ വിരലിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജ് വരുന്ന രീതിയിൽ, അപ്പോൾ അതൊരു മിഡിൽ ലെവലിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു കിക്കിൻ്റെ പൊസിഷൻ നോക്കാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലെഗ് ഇതുപോലെ തന്നെ വെക്കുക. ഇനി ബാക്കിലെ ലെഗ് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യാം. ഇനി കിക്കിൻ്റെ പൊസിഷൻ വരുന്നത് ഇവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെയല്ല കിക്ക് പോകുന്നത്, ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങനെ ഫോൾഡായിട്ട് വെക്കുക. ഇനി ഇവിടുന്ന് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു പൊസിഷനിലേക്കാണ് സൈഡ് കിക്ക് വരുന്നത്. ഫോൾഡ് ചെയ്യുക, ഇതുപോലെ കിക്ക് അടിക്കുക, ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബേസിക് കിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇത് കണ്ടിന്യൂസ് നമ്മളൊരു ഫുൾ കിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് ഇനി ഇത് ഇവിടെ നിന്ന് ടേൺ ചെയ്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ടൈം വരില്ല. നമ്മളതൊരു ബേസ് മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ആ ഒരു ഇതെടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ഫാസ്റ്റായിട്ട് നമ്മളൊരു കിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എടുക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടേൺ നമ്മൾ അതിലേക്ക് വരുത്തുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തതുപോലെ തന്നെ 1 2 3 ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോകാതെ
നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ലെഗ് എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്നുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഇത് വരുന്ന സമയത്ത് തന്നെ ഹിപ്പിന് ഇതുപോലെ ഒരു ടേൺ കൊടുക്കുക. ആ ഒരു ടേണിലാണ് ഈ ഒരു ട്വിസ്റ്റും നമ്മൾ ഈ ലെഗ് ഇതുപോലെ തന്നെ ക്രോസ് ആവുന്നതും അവിടെ നിന്ന് കിക്കിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പില്ല, നേരെ കുറച്ച് ഒറ്റ മൂവ്മെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൂടി നോക്കാം. ഇതുപോലെ ഒറ്റ മൂവ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. 1 2 3 4 5 ഇതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹിപ്പിൻ്റെ ഒരു പുഷിങ്, കിക്കിലേക്ക് വരുന്നൊരു പുഷിങ് കൂടി കിട്ടാൻ വേണ്ടിയുള്ളൊരു ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ ഒരു പോർഷനിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ലെഗിനെ ഈ ഒരു പൊസിഷനിലേക്ക്, ഇവിടെയല്ല തിരിച്ച് ഇതുപോലെ തന്നെ ക്രോസ് ചെയ്ത് വെക്കുക. ചെറിയൊരു സപ്പോർട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫുള്ളായിട്ട് കാലിനെ ഒന്ന് കിക്കടിക്കുക, തിരിച്ച് ഫോൾഡ് ചെയ്യുക. ഈ ഒരു മൂവ്മെൻറ്റ് ഇതുപോലെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് 1 2 3 4 5 ഇതുപോലെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഒരാളെ കൊണ്ടൊന്ന് പുഷ് ചെയ്യിപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ചെയ്യാണ്ടൊരു ഇതുണ്ടാവും. നമ്മൾ ഒരാളെ ശരിക്കും ഈ ഒരു കിക്കിൻ്റെ ലെഗിലേക്കൊന്ന് പുഷ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ആളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതിന് ഒരു റൗണ്ട് ഓഫ് കിക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പാർട്ട്, നമ്മുടെ ആങ്കിളുടെ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഫേസിലേക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു കിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് സെയിം നമ്മൾ ഫസ്റ്റ് കിക്ക് നമ്മൾ ഷിന്നിലേക്ക് ചെയ്ത അതേ പ്രശ്നം ആ ഒരു പാർട്ട് തന്നെയാണ് ആ കിക്കിന് വരുന്നത്. സെയിം അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ആ കിക്കിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കിക്സിൻ്റെ ഒരു ഹൈറ്റ് മാത്രമേ കൂടുന്നുള്ളൂ, മിഡിലേക്കും അതുപോലെ തന്നെ ഹൈയിലേക്കും ഹെഡിലേക്കും വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ആ ഒരു കിക്കിൻ്റെ ഒരു ബേസ് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യുക. ഇവിടെ നിന്ന് റൈസ് ആവുന്ന സമയത്ത് ഈ കൈ വെച്ച് തന്നെ നമ്മൾ റൈറ്റിലേക്കാണ് റൈസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ലെഗ് വെച്ച് തന്നെ ഷിന്നിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് തിരിക്കുക. ഇതുപോലെ കാലൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കുക, വിടുക. വീണ്ടും ലെഗ് എടുക്കുക, ക്യാച്ച് ചെയ്യുക, ഇതുപോലെ ഒന്ന് തിരിക്കുക. കാരണം ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഇനി ജസ്റ്റ് ഇവിടെ നിന്നാണ് ഈ ഒരു കിക്ക് പോകുന്നത്. ആണോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇതുപോലെയാണ് നമ്മൾ ആ ഒരു കിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെയിം ആ ഒരു ബേസ് കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്യുക. ഇനി ബോഡി ഒന്ന് ടേൺ ചെയ്യുക, ഇവിടെ നിന്ന് കിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പൊസിഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെയ്യാണ്ടൊരു ഈസിയാണ്. പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഒരുമിച്ച് തന്നെ ബാക്കിൽ നിന്ന് എടുത്ത് അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നോക്കാം. ഇതുപോലെ ബാക്ക് ലെഗിന് കിക്സ് ചെയ്യുന്ന സമയത്ത് ബോഡി ഫ്രണ്ടിലേക്കൊന്ന് ടേൺ ചെയ്യുക. അതിനോടൊപ്പം കിക്സ് അടിക്കുക, സ്റ്റോപ്പ് ചെയ്യുക, തിരിച്ച് ബാക്ക് വരും. പിന്നെ ഫുള്ള് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു യൂസിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതൊരു ടേണിങ് ഒരു ബാക്കൊന്നും ഫുൾ ബാക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റ് വരില്ല. കാരണം നമ്മളൊരു ഉപയോഗത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിക്സ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ അടുത്ത കിക്കിനായിട്ട് അല്ലെങ്കിൽ അടുത്ത മൂവ്മെൻറ്റിലായിട്ട് ബോഡി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ കിക്ക് അടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ കിക്ക് ഫ്രണ്ടിലേക്കായിരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുക. കാരണം നമുക്ക് അടുത്തൊരു ബോഡി മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് ഫോൾഡ് ചെയ്ത് ബാക്കിലേക്ക് എടുക്കില്ല. ഒരു ബേസിക് കിക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നുകൂടി ചെയ്ത് നോക്കാം. വീണ്ടും അടുത്ത മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് കൗണ്ടർ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കിക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത് ഒരു ക്രസൻ കിക്ക് ചെയ്യാം. ഇൻസൈഡും ഔട്ട്സൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻസൈഡ് ചെയ്യാം. അപ്പോൾ ആ കിക്സ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്, നമ്മുടെ ഇതിൻ്റെ ഇൻസൈഡ് ഈ ഒരു പാർട്ടിലേക്കാണ് ആ കിക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നോക്കാം. ഫേസ് ലെവലിലേക്ക് വരുന്ന രീതിയിൽ ബാക്കിൽ നിന്ന് ഇതുപോലെ ലെഗ് എടുക്കുക. ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളെ നീ ചെറിയൊരു ഫോൾഡ് കൊടുക്കുക. ഫുള്ള് ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ആക്കിയിട്ടല്ല കിക്ക് അടിക്കുന്നത്. നീക്ക് ചെറിയൊരു ബെൻഡ്, ചെറിയ രീതിയിലൊരു ബെൻഡ് കൊടുക്കും. കാരണം ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റഡി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ വെയിറ്റിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു വെയിറ്റിൻ്റെ ഒരു ഫീല് നമ്മുടെ ഈ ഒരു നീയിലേക്ക് വരും. അപ്പോൾ അത് അനാവശ്യമായിട്ടുള്ള ഇഞ്ചുറിക്ക് കാരണമാവും. നമ്മളിങ്ങനെ നീ ടൈറ്റായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ചെറിയൊരു ബെൻഡ് ലെഗിന് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കിക്ക് അടിക്കാൻ. ആ വെയിറ്റിനെ നമ്മൾ കവർ ചെയ്ത് വിടുന്ന രീതിയിൽ അവിടെ ബ്ലോക്കായി പോകാം, നമ്മുടെ നീയിൽ ബ്ലോക്കായി പോകാതെ. അപ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റ് നോക്കാം. ആ കിക്കിനോടൊപ്പം ബോഡിക്ക് ഒരു ടേൺ കൊടുത്തുകൊണ്ട് ഇതുപോലെ ബോഡിക്കൊരു ടേൺ കൊടുത്തുകൊണ്ട് ബേസിക് കിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നമ്മളൊരു അഡ്വാൻസ് ലെവലിലേക്ക് വരുമ്പോൾ ഈ ഒരു കിക്സ് വരുമ്പോൾ ഒരു ഓപ്പണിൻ്റെ ഫേസിലേക്കാണ് ഈ ഒരു കിക്ക് ചെയ്യുന്നതെങ്കിൽ ആ കിക്കിൻ്റെ മൂവ്മെൻറ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടോ. ഇതുപോലെ നമ്മൾ കിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ വീണ്ടും ഇത് ഫ്രണ്ടിൽ തന്നെ ടച്ച്, കാരണം ബോഡി ടേണായി പോകരുത്. ടേണായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് വരും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട് വ്യൂ തന്നെ വേണം നമ്മൾ ഈ മൂവ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് റെഡിയാകുക. ഇനി ഇവിടുന്ന് കിക്ക് അടിക്കുന്ന സമയത്ത് ഇതാണ് ടാർഗറ്റെങ്കിൽ വേണം ഇവിടെ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ കിക്സ് അടിച്ചിട്ട് ഓക്കെ തിരിച്ച് ഇവിടെ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ ഇങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇനി ഈ ഒരു കിക്കിൻ്റെ ഒരു ഫുൾ റൗണ്ട് വേർഷനും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹാഫിലടിച്ചാണ് നമ്മൾ ഫ്രണ്ട് ചെയ്ത് അവിടെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതൊരു 360 ഡിഗ്രിയിലേക്ക് ഈ ഒരു കിക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ബോഡി ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം.
അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്തതിന് പകരം ഇതുപോലെ ഒരു ഫുൾ റൗണ്ട് നമ്മൾ ആ കിക്സ് അടിക്കുക. അപ്പം ബോഡിയുടെ ഒരു ടേണും കൂടി, ബോഡിയുടെ ഒരു ഫോഴ്സ് കൂടി നമ്മൾ ആ ഒരു കിക്കിലേക്ക് ഇതുപോലെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലുക്കും നമ്മൾ ആ കിക്സ് ചെയ്യുന്ന സമയത്ത് സഡനായിട്ട് കിക്കിൻ്റെ ഒപ്പം സഡനായിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്, നമ്മൾ ആ ഒരു നോക്കാൻ ശ്രമിക്കുന്ന മൂവ്മെൻറ്റ് ഓട്ടോമാറ്റിക് നമ്മുടെ ഒരു ലെഗിലേക്കും ആ ഒരു ഫോഴ്സ് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതുകൂടി നോക്കാം. ഇവിടെ ഫോക്കസ് ചെയ്യുക. ഇനി കിക്ക് അടിക്കുന്ന സമയത്ത് ബോഡിയുടെ ഒരു ടേണും കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഇവിടെ നിന്ന് സഡനായിട്ട് തിരിഞ്ഞ് ഒരു വെട്ടിത്തിരിഞ്ഞ് നോക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക. ഈ ഒരു രീതിയിൽ ആ ഒരു കിക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഹാഫ് കിക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോഴ്സ് നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫുൾ റൗണ്ട് കിക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഹാഫ് കിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യും. കാരണം ഇവിടെ ഒരു ടാർഗറ്റിൽ നല്ലൊരു ഫോഴ്സ് വന്നാൽ പോലും നമ്മളെ ബാലൻസ് പരമാവധി പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ക്രസൻറ്റ് ഇൻസൈഡ് ചെയ്തത്, ഇനി ഇതിൻ്റെ ഔട്ട് സൈഡ് ചെയ്യാം. ഇൻസൈഡ് ചെയ്തതുപോലെ തന്നെ ഔട്ട് സൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഓപ്പോണൻറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ കൂടി ഈ കിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് വരുന്നു. അപ്പോൾ ആ ഒരു കിക്ക് നോക്കാം. അപ്പോൾ അതും ചെയ്യുന്ന സമയത്ത് ലെഗ് ഇതുപോലെ തന്നെ ചെറിയൊരു ഫോൾഡ് നീക്കി കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹിപ്പ് മാക്സിമം ഒന്ന് ഓപ്പൺ ചെയ്യും. ഇവിടെ നിന്ന് ഹിപ്പിൻ്റെ ഒരു ഓപ്പണിങ് ഈ ഒരു കിക്കിലേക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാർഗറ്റിനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ലെഗിൻ്റെ മാത്രം ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ടച്ചായി പോകും. പിന്നെ നമ്മൾ അവിടെ വെച്ച് ആ ലെഗിൻ്റെ മൂവ്മെൻറ്റ് അല്ല സ്റ്റോപ്പായി പോകും ആ കിക്ക്. അപ്പോൾ നമുക്ക് ഓപ്പോണൻറ്റിന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണ്. കാരണം ഒരു ഫോഴ്സ് പോയില്ലെങ്കിൽ, ആളെ പുഷ് ചെയ്ത് പോയില്ലെങ്കിൽ തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ കിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ ഒരു നോർമൽ ചെയ്യാതെ ഇവിടെ നിന്ന് ഹിപ്പിൻ്റെ ഒരു ഫോഴ്സ് എടുത്തുകൊണ്ട് ഈ ഒരു ഫോഴ്സ് ലെഗിലേക്ക് കൊടുത്തുകൊണ്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടാർഗറ്റിനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കളയാനുള്ളത്. അപ്പോൾ ആ ഒരു കിക്ക് ചെയ്യുന്ന സമയത്ത് റെഡി ആവാം. ഇവിടുന്ന് പോവാം. അതും ഈ ഒരു കിക്ക് ചെയ്യുന്ന സമയത്തും ഇതുപോലെ പോയി അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ലെഗ് എപ്പോഴും നിങ്ങൾ ഏത് കിക്സ് അടിക്കുന്ന സമയത്തും ഏത് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ഒരു ആവശ്യം കഴിഞ്ഞാൽ, ആ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വേണം. നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും നമ്മളുടെ ഒരു ആവശ്യം എവിടെയാണോ ആ ഒരു ഫോക്കസ്, ആ ടച്ച് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അടുത്ത മൂവ്മെൻറ്റിന് നമ്മളതിനെ റെഡിയാക്കുക. അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ എവിടെയെങ്കിലും പോയി തീർന്ന് എപ്പോഴെങ്കിലും വരിക എന്നുള്ള രീതി അല്ല ഇവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ കിക്ക് അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ടച്ചിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ടച്ച്, ഇത് അടുത്ത മൂവ്മെൻറ്റിലേക്ക് നമ്മൾ റെഡി ആവണം. ഈ കിക്ക് ഇവിടെ കൊണ്ടിട്ട് പിന്നീട് വന്നാൽ പോരാ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കിക്ക് നമുക്കൊരു ഫുൾ റൗണ്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ക്രസൻറ്റ് ഇൻസൈഡ് ചെയ്തതുപോലെ ഇതും ഒരു ഫുൾ റൗണ്ട് ഒരു 360 ഡിഗ്രിയിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് ഇതുപോലെ ചെയ്ത സ്ഥലത്ത് നിന്ന് ബോഡി ടേൺ ചെയ്തിട്ട് ബാക്കിൽ കൂടെ ഒരു ഫുൾ റൗണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇവിടുന്ന് ബോഡി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ടേൺ ചെയ്യാം. ആ ടേണിൻ്റെ ഒപ്പം ലെഗ് എടുക്കുക, ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യാം. നമ്മൾ ഈ ലെഗ് തിരിയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. കാരണം നമ്മൾ ഈ ഫ്രണ്ട് വശമല്ല ശരിക്കും ടേൺ ചെയ്യുന്നത്, മറിച്ച് ഹീല് വശമാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. ഫ്രണ്ട് ഫുട്ട് താഴെ ടച്ച് ചെയ്തിട്ട് ഈ ഹീലായിരിക്കണം എപ്പോഴും ഇതിങ്ങനെ ട്വിസ്റ്റ് ആവേണ്ടത്, തിരിഞ്ഞു കൊടുക്കണം. ബോഡി തിരിക്കുമ്പോൾ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക. ഫ്രണ്ട് വശം തിരിക്കാതെ ഹീലിലാണ് നമ്മൾ ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നുകൂടി ചെയ്യാം. ഇവിടുന്ന് ടേൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടേൺ ചെയ്യാം. ഇനി ഈ ടേൺ ആദ്യം ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ടേൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. 1 2 അതുപോലെ ടേൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനോടൊപ്പം ലെഗ് കുറച്ച് ഒരു ഹൈറ്റ് കൂട്ടി കൊടുക്കുക. 1 2 3 4 5 6 ഇതുപോലെ ലെഗ് ഫ്രീ ആകും തോറും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ ട്വിസ്റ്റിങ്ങും ഫ്രീ ആക്കുക. അതുപോലെ ഈ ഒരു ഫ്ലോ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഒരു കിക്ക് നല്ല രീതിയിൽ അടിക്കും. കാരണം ഇത് കൂടുതൽ ചെയ്യുമ്പോൾ ഒരു നിങ്ങളൊരു 3-4 റൗണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പരിചയമില്ലാതെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഹെഡ് ഇങ്ങനെ ഒരു കറങ്ങുന്ന പോലെ വന്നു. ജസ്റ്റ് കുഴപ്പമില്ല. അതിന് ഓപ്പോസിറ്റ് രണ്ട് സൈഡും ചെയ്യുക. രണ്ട് ലെഗ് മാറി മാറി ചെയ്യുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ കിക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് ടാർഗറ്റിനെ ഫോക്കസ് ചെയ്യുക. ഇതും നമ്മൾ ആ ചെയ്ത ഫുൾ റൗണ്ട് കിട്ടുന്ന ആ ഒരു സമയത്തിന് ഈ ഒരു ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ആളൊന്ന് വാച്ച് ചെയ്യുക. ഇവിടെ നിന്ന് ലുക്ക് പോവാതെ ഈ ഒരു കിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഒരിക്കലും വരരുത്. പകരം ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് കാണാം ഈ ഒരു കിക്ക് കഴിഞ്ഞാൽ സഡനായിട്ട് ഓക്കെ ഇതിലേക്ക് തന്നെ വരും. വീണ്ടും നമുക്ക് ഒരു ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കൗണ്ടർ മൂവ്മെൻറ്റ് വരുന്ന രീതിയിൽ വേണം ഈ ഒരു മൂവ്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.